വൈകിക്കുന്നില്ല. എന്താ എന്ത് പരിപാടിയാ കാണിച്ചത്? എന്താണ് എന്ത് പരിപാടിയാ കാണിച്ചത്? ഒരുമാതിരി സ്ത്രീകൾക്കെതിരെ അതിക്രമം കാണിച്ചിട്ടുണ്ടല്ലോ. അത് ശരി, ഞാൻ പോലീസിനെ വിളിക്കും. എന്തുവാ ഇത് കാണിക്കുന്നെ? ഞാൻ ജയിലിൽ പോയാലും ശരി, ജയിലിൽ കിടന്നാലും ഒരു അടിയാൻ അടിക്കും. എന്നാ ഇനി കരാട്ടയുടെ അടുത്ത ക്ലാസ് ഉള്ളത്? ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വൈകിട്ട് പോണം. എന്റെ ഭാര്യനെ കൊണ്ട് എന്നെ തല്ലിക്കൊടിക്കാൻ. നിങ്ങളുടെ ഭാര്യനെ തല്ലി ഭാര്യ തിരികെ തല്ലും. നിങ്ങൾ ആർക്ക് തല്ലിയിട്ടാലും എനിക്ക് സന്തോഷമുള്ളൂ കേട്ടാ. വിശാലയുടെ സംഭവം എന്താണെന്നറിയാമോ? എന്താ? ഈ പാർക്കിങ്ങില് ഞാൻ എന്റെ വണ്ടി കൊണ്ടൊന്ന് ഒളിപ്പിച്ചു വെച്ച്. വണ്ടി ഒളിപ്പിച്ചു വെക്കാനോ? സാധാരണ ഒതുക്കിയല്ലേ വെക്കുന്നത്. 18 അടവുള്ള വണ്ടിയായിരുന്നു എന്റെ. അതെന്നെ കളരിക്കാരുടെ വണ്ടി വല്ലതും ആണോ? കളരിക്കാരൻ്റെ അല്ല, 18 അടവ് ലോൺ മുടങ്ങിയ വണ്ടിയായിരുന്നു എന്റെ. ലോൺ പിടിക്കാതിരിക്കാൻ ഞാൻ ഒന്ന് ഒളിപ്പിച്ചു വെച്ചാണ്. ആ വണ്ടിയുമൊക്കെ കൊണ്ടിട്ട് ഇവളൊന്ന് ഒറ്റടി എന്റെ വണ്ടിയിൽ കാർ കൊണ്ടുവന്നിടിച്ചോ? കാർ കൊണ്ടിടിച്ച്. അതിന്റെ നഷ്ടപരിഹാരം ചോദിച്ചിട്ട് തന്നില്ലേ ഇവള്, കേമ്പിയല്ലേ ഇവള്. ഇടി നിനക്കൊരു വാക്കിറങ്ങി വന്നിട്ട് എന്നെ ഒന്ന് കണ്ട് സംസാരിക്കുന്നില്ല എനിക്ക്. ചേട്ടാ അറിവില്ലായ്മ ഉണ്ടല്ലേ? എന്താ അറിവില്ലായ്മ? ഡ്രൈവിംഗിൽ അറിവില്ലായ്മ കണ്ടാ. ഇപ്പൊ എന്തൊക്കെ സംഭവമായാലും എനിക്ക് എന്നെ നഷ്ടപരിഹാരം മേടിച്ചാലും വിചാരിക്കുന്നു. അയ്യോ ചേട്ടാ ഞാൻ കണ്ടില്ല. എനിക്കൊരു 18,000 രൂപ നഷ്ടപരിഹാരം കിട്ടണം. അയ്യോ ഒരു ഇൻഡിക്കേറ്റർ പോയി 18,000 രൂപ. അതൊന്നും പറ്റില്ല. രണ്ട് കാര്യം, ഒന്ന് വണ്ടിക്കിട്ട് ഇടിച്ചു, രണ്ടിപ്പോ പുള്ളി പറയുന്നത് നിർത്താതെ പോയി, പറയാതെ പോയി. വണ്ടി നിർത്തിയിട്ട് അതൊന്ന് പുള്ളിയെ വിളിച്ച് പറയാതെ പോയി. എന്നിട്ട് 18,000 രൂപ പുള്ളി വേണമെന്ന് ചോദിക്കുക. വിഷാരടി ഇപ്പൊ സംഭവം വണ്ടിക്ക് ഇടിച്ച്. ഈ ഇടി എന്നെ അങ്ങനെ ഇടിച്ചുള്ള അവസ്ഥ എന്തായിരിക്കുള്ളൂ? ഒരിക്കലും പുള്ളിക്കാരത്തെ ചെയ്തില്ല. എന്താണത്? അല്ല, ഈ പരിപാടിക്ക് ഉപകാരമുള്ള ഒരു കാര്യവും പുള്ളിക്കാരത്തെ ചെയ്തില്ല. എനിക്കിതിന് നീതി കിട്ടണം. വിഷാരടി പറയും, ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം? അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് സിദ്ദിഖ് സാർ ഒരു തീരുമാനം പറയുന്നതായിരിക്കും. അല്ല സിദ്ദിഖ് സാർ പറയണ്ട. അല്ല, സിദ്ദിഖ് സാർ പറഞ്ഞോട്ടെ. അല്ല സാർ പറയണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സാർ എനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചങ്ങോട്ട് സാറിനെ പ്രാകാൻ പറ്റില്ല. കാരണം ഞാൻ സാറിനെ അത്രയേറെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് എനിക്ക് പിഷാറിന് എന്തോരം വേണമെങ്കിലും പ്രാകാം. നീ ഒരു കാലത്ത് നിങ്ങളുടെ ഭാഗത്താണ് ന്യായം. 100% ന്യായം നിങ്ങളുടെ ഭാഗത്താണ് കേട്ടാ. ഡയാന വണ്ടി ഇടിച്ചത് തെറ്റാണ്, അത് പറയാതെ പോയത് അതിനേക്കാളും വലിയ തെറ്റാണ്. പുള്ളിയുടെ ഇൻഡിക്കേറ്റർ ആണോ പോയത്, എന്താണോ പോയെന്നുള്ളതൊന്നും വിഷയമല്ല. 18,000 രൂപ വേണ്ടത്. അതെ, ഒരു കാര്യം ചെയ്യാം. ഡയാനയ്ക്ക് ഇവിടെ എപ്പിസോഡുകൾക്ക് കൊടുക്കുന്ന പൈസയിൽ നിന്നും 18,000 രൂപ കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് തരും. എന്റെ കോടീശ്വരാ. കോടീശ്വരനോ? എന്റെ ബൈക്കിന്റെ 300 രൂപ ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോയിന് 18,000 രൂപ പിഷാരുടെ എനിക്ക് മേടിച്ചു തന്നില്ലേ? പിഷാരുടെ കാറിന്റെ എന്തൊക്കെയാണ് വിളി ഇടിച്ച് തകർത്തേന്ന് അറിയാമോ? മേടിച്ചോട്.